ആത്രയ ഹോസ്പിറ്റലും സിസ്റ്റൻ മെഡിക്കെയറും സംയുക്തമായി നടത്തുവാൻ പോകുന്ന കാർഡിയോളജി ഇൻ്റർനാഷണൽ പ്രൊസീജിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഉദ്ഘാടന കർമ്മമാണ് അല്പസമയത്താകാം നമ്മുടെ IMA പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് സാർ നിർവഹിച്ചത്. Respected IMA President Dr. Joseph George, Anandan sir, Rupesh, and വേദിയിലിരിക്കുന്ന മറ്റ് വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഫ്രണ്ട്സ്, ഒരു ഭയങ്കര ലോങ് സ്പീച്ചിനൊന്നും ഞാൻ വരുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടാവും, അത് പറഞ്ഞുതരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ആത്രയിലെ സ്റ്റാഫിന് എന്തും കൊണ്ടാണ് ഇയാൾ വന്നിരിക്കണേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ആസ് മാഡം സെഡ്, ക്യൂരിയസ് അബൌട്ട് മീ. അപ്പം അതെന്താണെന്നുള്ളത് ചുരുക്കി പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടക്കൽ മിംസിലെ കാർഡിയോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ എൻ്റെ ഒരു 5 വർഷത്തെ പ്രാക്ടീസിൽ കാർഡിയോളജി മാത്രമാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. കൊറോണറി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിക്സും കാര്യങ്ങളും. പിന്നീട് എംബളൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിങ്ങും കൂടി നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, പ്രൊസീജിയേഴ്സും കൂടി. ആദ്യമായിട്ട് തുടങ്ങിയത് ഫൈബ്രോയിഡ് എംബളൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. അപ്പം ആ ഒരു ഫൈബ്രോയിഡ് എംബളൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫൈബ്രോയിഡ്സ് എല്ലാവർക്കും അറിയാമല്ലോ, യൂട്രസിൽ ഒരുപാട് ആൾക്കാർക്ക് ഫൈബ്രോയിഡ്സ് ഉള്ളതാണ്. ബ്ലീഡിങ്ങും വയറുവേദനയൊക്കെ ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് സാധാരണ സർജറി ചെയ്തിട്ട് യൂട്രസ് എടുത്ത് ഒഴിവാക്കും, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് മാത്രം എടുത്ത് ഒഴിവാക്കുന്ന സർജറീസാണ് പണ്ട് ചെയ്തിരുന്നത്. അതിന് പകരം നമ്മൾ ആൻജിയോഗ്രാം ചെയ്യണ പോലെ കൈയിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബ് കടത്തിയിട്ട് ആ ഫൈബ്രോയിഡിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്യുന്ന പരിപാടിക്കാണ് ഫൈബ്രോയിഡ് എംബളൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞത്. നമ്മളൊരു വാറ് നടക്കുകയാണ് വിചാരിച്ചത്. വാറ് നടക്കുമ്പോൾ 2 വിധത്തിലാണ് അറ്റാക്ക് ചെയ്യുക. ഒന്ന്, മിലിറ്ററി സൈറ്റിനെ പോയി അറ്റാക്ക് ചെയ്യും. ഭയങ്കര പാടാണ് അത്, കാരണം മിലിറ്ററി സൈറ്റ്സ് ആർ വെരി മച്ച് പ്രൊട്ടക്റ്റഡ്. അവർ സാധാരണ എപ്പോഴും ചെയ്യുന്നത് അറിയാം, സപ്ലൈ ലൈൻ കട്ട് ചെയ്യാന്ന് പറയും. അതായത് ആ മിലിറ്ററി സൈറ്റിലേക്ക് മിലിറ്ററി സപ്ലൈ കൊടുക്കുന്ന ലൈൻ, അത് ലോങ് സ്ട്രെച്ച്ഡ് ലൈനായിരിക്കും. അപ്പോൾ അതിനെ ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ സപ്ലൈ ലൈൻ അടിച്ച് ഒതുക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ഈ മിലിറ്ററി സൈറ്റിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതേപോലെ പണ്ട് കോട്ടകളൊക്കെ ഉപരോധിക്കുന്നുണ്ടല്ലേ, കോട്ട ആദ്യം അടിച്ച് പൊട്ടിക്കില്ല, എന്താ ചെയ്യുക, അതിൻ്റെ വട്ടം നിൽക്കും. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ കോട്ടയുടെ ഉള്ളിലത്തെ ഫുഡൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവർ ഓട്ടോമാറ്റിക്കലി കീഴടങ്ങും. അങ്ങനെയല്ലേ? ഉപരോധിക്കുന്ന കേട്ടില്ലേ? ഏകദേശം അതുപോലത്തെ ഒരു പരിപാടിയാണ് എംബളൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഫൈബ്രോയിഡിനെ ടച്ച് ചെയ്യേണ്ടോ വെച്ചാൽ ഇല്ല, ഫൈബ്രോയിഡിനെ നമ്മൾ തൊടുന്നില്ല. പക്ഷേ ഫൈബ്രോയിഡിലേക്ക് പോകുന്ന രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയണ പോലെ രക്തമില്ലാതെ ഒരു ടിഷ്യൂവിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് രക്തം കിട്ടാതെ ആ ഭാഗം കരിയും. ഫൈബ്രോയിഡ് കരിയണോട് കൂടിയിട്ട് ഫൈബ്രോയിഡ് ചുരുങ്ങി കഴിയുമ്പോൾ പേഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ യൂട്രസ് അവിടെ തന്നെ ഉണ്ട്, യൂട്രസിൻ്റെ നോർമൽ ഫങ്ഷൻ അവിടെ തന്നെ ഉണ്ട്, ഹോർമോൺസ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് യൂട്രസ് എടുത്ത് ഒഴിവാക്കുമ്പോഴുള്ള ഒരുപാട് പ്രയാസങ്ങൾ, അതായത് ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് യൂട്രസ് ഒഴിവാകുമ്പോൾ. അതേപോലെ ബോണിൻ്റെ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്, ഹോർമോണൽ ചേഞ്ചസ് വരും, ബോഡി ഫാറ്റ് കോമ്പോസിഷൻ മാറും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് ആ അസുഖത്തിനെ മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫൈബ്രോയിഡ് എംബളൈസേഷൻ എന്ന പ്രൊസീജിയർ. സാധാരണ നമുക്കൊരു 15 മിനിറ്റ് മതി പ്രൊസീജിയർ തീർക്കാൻ. ഇപ്പോഴത്തെ ഒരു ലെവലിൽ ഈ പ്രൊസീജിയർ ഞാൻ തുടങ്ങുമ്പോൾ 2.5 മണിക്കൂർ എടുത്തിരുന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ കഴിയും. താല്പര്യമുള്ളവർക്ക് ഇന്ന് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ ഇന്ന് 2 പ്രൊസീജിയർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. വി ആർ സ്റ്റാർട്ടിങ് ടുഡേ ഇറ്റ്സെൽഫ്. രണ്ടാമത്തെ പ്രൊസീജിയർ ഇതേപോലെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആണുങ്ങൾക്കുള്ളൊരു പ്രശ്നം, മൂത്രമൊഴിക്കാൻ തടസ്സം ഉണ്ടാക്കുക എന്നാണ് പ്രോസ്റ്റേറ്റ് ചെയ്യുക. ഭയങ്കര കോമണാണ്. 50 വയസ്സുള്ള ആൾക്കാരെ നോക്കിയാൽ 50% ആൾക്കാർക്കും പ്രോസ്റ്റേറ്റ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിച്ചാലും ഫുള്ള് പോകാത്ത പോലെ കുറേ നേരം വെയിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങളുള്ള ആൾക്കാരുണ്ട്. അതിലും പ്രോസ്റ്റേറ്റിലേക്കുള്ള രക്തോട്ടം നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റ് ചുരുങ്ങുന്നതോട് കൂടിയിട്ട് അവർക്ക് ആ പ്രൊസീജിയറിന് ആശ്വാസം കിട്ടും. ഇതിൻ്റെ ഈ 2 പ്രൊസീജിയറിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് അനസ്തീഷ്യ ഒന്നും വേണ്ട. നമ്മൾ ആ കുത്തുന്ന സ്ഥലത്ത് ലോക്കൽ ധരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ സെയിം ഡേ തന്നെ വീട്ടിൽ പോകും.
ഫൈബ്രോയിഡ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാം. രണ്ടിനും റെസ്റ്റ് വേണ്ട, വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാം. സർജറി, അതിൻ്റെ കറസ്പോണ്ടിങ് സർജറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് പ്രൊസീജിയറൽ റിസ്ക് ഭയങ്കര കുറവാണ്. അതേപോലെ പേഷ്യൻ്റ് കംഫർട്ട് ഭയങ്കര കൂടുതലാണ്. പ്രോസ്റ്റേറ്റിലാണെങ്കിൽ ട്യൂബ് ഇടേണ്ട ആവശ്യമില്ല. അതാണ് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടക്കേട്. ഒരു 5-6 ദിവസം ട്യൂബ് ഇടണം. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ബാക്കി സർജറിയിലൊക്കെ നന്നായി ബ്ലീഡ് ചെയ്യും, ഇതിൽ ബ്ലീഡിങ് ഇല്ല. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആസ്പിരിൻ കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും വേറെ വാൽവിൻ്റെ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ 2 പ്രൊസീജിയറിനും മെഡിസിൻ നിർത്താണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തത് വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രൊസീജിയറാണ്. വെരിക്കോസ് വെയിൻ നമുക്ക് അറിയണ പോലെ പുറത്തിങ്ങനെ തടിച്ചിട്ടുള്ള വെയിൻസ് ഉണ്ടാവും, ഉള്ളിലുള്ള വെയിൻ നല്ലോണം വലുതായിട്ടുണ്ടാവും. അപ്പോൾ ആ ഉള്ളിലുള്ള വെയിൻസിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ പണ്ടൊക്കെ നമ്മൾ ചെയ്യുക വെച്ചാൽ ചൂടാക്കുകയാണ് ചെയ്യുക. പണ്ട് സർജറി ആയിരുന്നു, പിന്നെ ഇപ്പോൾ ആരും സർജറി ഒന്നും ആരും ചെയ്യാറില്ല, വളരെ അപൂർവമാണ്. പിന്നെ ചൂടാക്കിയിട്ട് ലേസറോ അല്ലെങ്കിൽ RFO വെച്ചിട്ട് ചൂടാക്കി കരിക്കുകയാണ് ആ വെയിനെ ഒക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ചൂടാക്കുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ ചൂട് ഒരു അൺകൺട്രോൾഡ് സാധനമാണ്. അപ്പോൾ ഈ വെയിനിൻ്റെ പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ചുറ്റുമുള്ളതിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലും ഒരു ലെവലിൻ്റെ മേലെ ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു പശ, ഒരു ഗ്ലൂ വെച്ചിട്ട് അതിനെ ഒട്ടിക്കുകയാണ്. ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ അതൊന്നും പുറത്തേക്ക് പോകില്ല, ആ വെയിനിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. യൂഷ്വലി നമ്മുടെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഒരു വെരിക്കോസ് വെയിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് കഴിയും. 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് പറഞ്ഞു തരികയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ പേഷ്യൻറ്റിനെ നോക്കാനാണ് ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ 9:25 ഒരു പേഷ്യൻറ്റ് വന്നാൽ ഒരു 10 മണിയാകുമ്പോഴേക്കും അയാൾക്ക് പ്രൊസീജിയർ കഴിഞ്ഞ് വീട്ടിൽ പോകാം. അത്രക്കും എളുപ്പമാണ്. നടക്കൂല കേട്ടോ, കാരണം ഞാൻ ആ പേഷ്യൻ്റ് നോക്കാനായിട്ടുള്ളല്ലോ ഇരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല അഡ്മിഷൻ പ്രോസസ്സ്, അഡ്മിഷൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഡിലേ, ഡിസ്ചാർജ് സമ്മറി കിട്ടാൻ കുറച്ച് ഡിലേ, ബില്ല് കിട്ടാൻ കുറച്ച് ഡിലേ, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ അതല്ല പറഞ്ഞത്. അതൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പ്രൊസീജിയർ വൈസ് അത്രയുള്ള സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് വിനാസിൽ. ഇതാണ് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ഇത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതല്ലാത്ത വേറെയും കുറേ പ്രൊസീജിയേഴ്സ് കോട്ടക്കിൽ ചെയ്യുന്നുണ്ട്. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബീസിറ്റി എംപ്ലൈസേഷൻ എന്നൊരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. കാൽമുട്ട് വേദനയുള്ള ആൾക്കാർക്കുള്ള ജെനിക്കുലർ ആർട്ടറി എംപ്ലൈസേഷൻ എന്നൊരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഷോൾഡറിൽ ഫ്രോസൺ ഷോൾഡറിനുള്ള എംപ്ലൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ബ്ലീഡിംഗ് ഉള്ള പെട്ടെന്ന് അക്യൂട്ടായിട്ട് ബ്ലീഡ് ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം ഹെമറേജിനുള്ള എംപ്ലൈസേഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ കിഡ്നിയിലൊക്കെ ബ്ലീഡ് ചെയ്യുന്ന പേഷ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്, ഈ ബയോപ്സിക്ക് ശേഷം അങ്ങനെയൊക്കെയുള്ള, അത് നമ്മൾ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് പ്രൊസീജിയേഴ്സ് നമ്മൾ കോട്ടക്കിൽ ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്ക് അത് ആയിട്ടില്ല. നമ്മൾ ടീം വലുതായിക്കൊണ്ടിരിക്കും. നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ടീം മെമ്പേഴ്സ് വരുന്നതിനനുസരിച്ച് നമുക്കത് കൊണ്ടുവരാം. അറ്റ് പ്രസൻറ്റ് ഈ സുസ്റ്റൻ ബ്രാൻഡ് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ടുള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തിൽ SP മെഡിഫോർട്ട് എന്ന ഹോസ്പിറ്റലുണ്ട്. പിന്നെ നെക്സ്റ്റ് യാത്രയിൽ ഇവിടെ ഉണ്ട്. പിന്നെ കോട്ടക്കിലാണ് കേരളത്തിലുള്ളത്. പുറത്തുള്ളത് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വർഷം അത് അബുദാബിയിലും ഷാർജയിലും അതുപോലെ കൊച്ചിയിലും കാലിക്കറ്റും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തത്. വേദിയിലിരിക്കുന്ന ഡോക്ടർ തഹസീൻ നെടുവഞ്ചേരി, ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ, മിസ്റ്റർ ആനന്ദൻ സാർ, രൂപേഷ് മോഹനൻ, ഹെഡ് ഓഫ് ഓപ്പറേഷൻ സിസ്റ്റൻ മെഡിക്കെയർ, ഇവിടെയുള്ള വിശിഷ്ട വ്യക്തികളെ, കൂട്ടുകാരെ, വളരെ സന്തോഷം തോന്നുന്നു ഇന്ന് ഇവിടെ വന്ന് നിൽക്കുവാനും ഈ ഒരു ചടങ്ങിൽ ഒരു ഇനോഗ്രേഷൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് തോന്നുന്നു 2008 നമ്മൾ ഈ യാത്രീയ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, ഒരു വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസസ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ ഒത്തിരി നല്ല സർജറീസും വളരെ മോഡേൺ സർജറിയിൽ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റവും വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ആയിട്ടുള്ള സർജറി ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാൻ പോകുന്ന സിസ്റ്റൻ മെഡിക്കെയർ പെരിഫറൽ വാസ്കുലർ സർജറി. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഡോക്ടർ തഹസീൻ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ MBBS ക്ലാസ്മേറ്റും കൂടിയാണ്. എൻ്റെ സിസ്റ്റർ മകൻ മിഥുൻ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങോട്ട് വരാനും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ വർഷങ്ങളായിട്ട് തന്നെ അത്രയും ഹോസ്പിറ്റലായിട്ട് സഹകരിച്ചു ചെയ്യുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ്. എല്ലാ വർഷവും വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1-ാം തീയതി അത്രയും ഹോസ്പിറ്റലായിട്ട് സഹകരിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാമവർമ്മപുരത്തുള്ള IMA ബ്ലഡ് ബാങ്കുമായിട്ട് ഒരു കാര്യപരിപാടികളും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട്. മാത്രമല്ല എല്ലാ അസോസിയേഷൻ്റെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എല്ലാ കാര്യത്തിലും
അത്രയും ഹോസ്പിറ്റൽ നല്ലൊരു സേവനമാണ് തരുന്നത്. നമുക്ക് ഡോക്ടർ രാംകുമാർ മേനോൻ പ്രത്യേകിച്ച് ഡോക്ടറോട് വളരെയധികം നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അസിസ്റ്റൻറ്റ് മെഡിക്കെയർ പെരിഫറൽ വാസ്കുലർ സർജറി അത്രയും ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആത്രയ ഹോസ്പിറ്റലും സിസ്റ്റൻ മെഡിക്കെയറും സംയുക്തമായി നടത്തുവാൻ പോകുന്ന കാർഡിയോളജി ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഉദ്ഘാടന കർമ്മമാണ് അല്പസമയത്താകാം നമ്മുടെ IMA പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് സാർ നിർവഹിച്ചത്. നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ ആരോഗ്യരംഗത്ത് ഒരു മുതൽക്കൂട്ടായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. രണ്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളാണ് ആത്രയ ഹോസ്പിറ്റലും സിസ്റ്റൻ മെഡിക്കെയറും നേതൃത്വം നൽകുന്ന ആ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ളൊരു സംരംഭത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നത്. തഹസിൻ സാർ പറഞ്ഞ പോലെ ഈ ഒരു പ്രസ്ഥാനം വരുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രോഗികൾക്കായാലും നൽകണം, അതിലുള്ള സഹകരണം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആത്രയ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്നും ഈ പ്രസ്ഥാനത്തിന് ജീവനക്കാരും ഹോസ്പിറ്റലും എല്ലാവിധ സമ്പൂർണ്ണമായ, ഞാൻ രാംകുമാർ സാറിൻ്റെ അഭാവത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ എല്ലാ സഹകരണവും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഈ പ്രസ്ഥാനം ജനങ്ങൾക്ക് നല്ല രീതിയിൽ മാറിത്തീരട്ടെ, അവർക്ക് അവരുടേതായുള്ള ആ ചികിത്സ കിട്ടുവാനും എല്ലാം ഇതിന് ഒരു നാന്ദി കുറിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. Operations for the Sistan Medcare in association with Atraya Hospital. So starting with the operations, Dr. Thurston has clearly explained where all we are operating. From my end, I would like to thank Atraya management, the leadership team for trusting us, and the friends, families, and all our members, staff who has come along today, who has joined us. And the last thing which I would like to say is, this is just not an alliance, like we are paving a path for the patients or for the people who deserve to get a better treatment